തൃശൂർ ഗുരുവായൂരിൽ വീണ്ടും പലിശക്കുരുക്കിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച വീട്ടമ്മ തീ കൊളുത്തി മരിച്ചു. ഇരിങ്ങപ്പുറം പുതുവീട്ടിൽ ജുമൈലിയാണ് ജീവനൊടുക്കിയത്. സങ്കടകരമായ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, എന്താ ശരിക്കും ഉണ്ടായത്? വ്യാഴാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ തീ കൊളുത്തി വീടിന് പിറകിൽ വെച്ച് തീ കൊളുത്തി മരിക്കുകയായിരുന്നു ജുമൈല. 50 വയസ്സാണ് അവർക്ക് പ്രായം. അവർ മരിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യാക്കുറിപ്പ് അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ മറ്റൊരു സ്ത്രീയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീയിൽ നിന്ന് 50,000 രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. പക്ഷെ അമിത പലിശ ഈടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 50,000 രൂപ പലിശയ്ക്ക് വാങ്ങി അതിൽ ഏതാണ്ട് 8 മാസത്തോളം ആ പലിശ അടച്ചു തീർത്തു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീടും വീണ്ടും പണം ആവശ്യപ്പെടുകയും മകനെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന നിലപാടിലേക്ക് അവർ പോയി എന്നും പറയുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ അതിവ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പോലീസ് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. അവരുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ സ്ത്രീ എന്ന പേര് വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എഫ്ഐആറിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ പേര് വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു പറയാൻ കഴിയൂ എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ആത്മഹത്യ ചെയ്ത ജുമൈലയുടെ മൃതദേഹം അന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കി. കൂടുതൽ പ്രതികരണങ്ങൾ, ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഉടനടി തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.